നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 15 ബുധനാഴ്ചയാണ്. ഇന്നലെ നിഫ്റ്റി നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിലും ഒരു റിക്കവറി നമ്മുടെ മാർക്കറ്റിലേക്ക് നമുക്ക് കാണാൻ സാധിച്ചു. ഇനി ഇന്നത്തെ വിപണിയിലേക്ക് വന്നാൽ ആദ്യം തന്നെ നമുക്കൊരു പോസിറ്റീവ് വാർത്തയിൽ നിന്ന് ആരംഭിക്കാം. 2026 സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ GDP വളർച്ചാ പ്രവചനം IMF 6.6% ഉയർത്തി. മുൻപത് 6.4%. ഏതായാലും ഇന്ത്യൻ കയറ്റുമതിയിൽ US തീരുവ ചുമത്തുന്നതിന്റെ ആഘാതം വളർച്ച നികത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള വാർത്ത കൂടി ഇന്ന് പറയാനുള്ളത്, ഭക്ഷ്യവില കുറഞ്ഞതോടെ സെപ്റ്റംബറിൽ മൊത്തവില സൂചിക പണപ്പെരുപ്പം 0.13% കുറഞ്ഞു. എക്കോണമിയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാർത്ത തന്നെയാണിത്. മൊത്തവിലക്കയറ്റം സെപ്റ്റംബറിൽ 0.13% കുറഞ്ഞു. ഓഗസ്റ്റിലേത് അത് 0.52% നിന്നാണ് കുറഞ്ഞിരിക്കുന്നത്. ഭക്ഷ്യവസ്തുക്കളുടെ വിലയിലെ ഇടിവ് കാരണം ആണ് പ്രധാനമായിട്ടും ഈ ഇടിവ് സംഭവിച്ചിരിക്കുന്നത്. ഭക്ഷ്യവസ്തുക്കളുടെ പണപ്പെരുപ്പം നെഗറ്റീവായി 1.99% നെഗറ്റീവായത്. പ്രാഥമിക വസ്തുക്കളുടെ പണപ്പെരുപ്പം -3.32%. ഇന്ധന വൈദ്യുതി പണപ്പെരുപ്പം -2.58%. ഉൽപാദന ഉൽപ്പന്നങ്ങളുടെ പണപ്പെരുപ്പം 2.33%. ഓഗസ്റ്റ് മാസത്തിൽ അത് 2.55%. തിങ്കളാഴ്ചയായിരുന്നു ചില്ലറ വിൽപ്പന പണപ്പെരുപ്പ ഡാറ്റ പുറത്തു വന്നത്. 8 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ 1.54%-ായിട്ടായിരുന്നു ഡാറ്റ പുറത്തു വന്നത്. കൂടാതെ RBIയുടെ ടോളറൻസ് പരിധിയായിട്ടുള്ള 2%-ന് താഴെയായിട്ടാണ് ഇപ്പോൾ ഡാറ്റ പുറത്തു വന്നിരിക്കുന്നത്. അതെല്ലാം വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക. ഏതായാലും പണപ്പെരുപ്പം ഇത്തരത്തിൽ വലിയ തോതിൽ തന്നെ കുറയുന്നത് ഡിസംബർ മാസത്തിൽ RBIയുടെ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യതകൾ ഇതോടുകൂടി വർദ്ധിച്ചു വരികയാണ്. അടുത്തതായി മറ്റൊരു സ്റ്റോക്ക് ഇന്ന് ഫോക്കസിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഇൻഫോസിസ് ആണ്. ഇൻഫോസിസ് UK-യിലെ നാഷണൽ ഹെൽത്ത് സർവീസിൽ നിന്ന് 14,000 കോടി രൂപ, അതായത് 15 വർഷത്തേക്കുള്ള ഒരു കരാർ നേടിയിരിക്കുന്നു. ഫ്യൂച്ചർ NHS വർക്ക് ഫോഴ്സ് സൊല്യൂഷൻസ് എന്നാണ് ഈ പദ്ധതിയുടെ പേര്. 1.9 ദശലക്ഷം NHS ജീവനക്കാർക്ക് ഉപയോഗിക്കുന്ന പഴയ സ്റ്റാഫ് റെക്കോർഡ് സിസ്റ്റത്തെ ഇത് മാറ്റിസ്ഥാപിക്കും. ഏതായാലും ഇൻഫോസിസിനെ സംബന്ധിച്ച് വലിയൊരു ഓർഡർ തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്ക് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു ഇന്നലെ US മാർക്കറ്റിൽ ഫോക്കസിൽ ഉണ്ടായിരുന്നത്. പ്രധാനപ്പെട്ട US ബാങ്കുകളിൽ നിന്നുള്ള റിസൾട്ടുകൾ വന്നിരുന്നു. നല്ല റിസൾട്ടുകൾ തന്നെയാണ് പുറത്തു വന്നത്. കൂടാതെ ഫെഡ് ചെയർ ജെറോം പവലിന്റെ അഭിപ്രായങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. കൂടാതെ US-ഉം ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധങ്ങൾ എന്നിങ്ങനെയുള്ള സമ്മിശ്രമായിട്ടുള്ള കാര്യങ്ങൾ വിപണിയിലുള്ളതിനാൽ ഇന്നലെ US മാർക്കറ്റുകളിൽ S&P 500-ഉം നാസ്ഡാക്കും ഇടിഞ്ഞു. ഡൗ ജോൺസ് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ റിസൾട്ടുകൾക്ക് ശേഷം വെൽസ് ഫാർഗോ ഏകദേശം 7.15% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. കൂടാതെ സിറ്റി ഗ്രൂപ്പ് 4%-ന്റെ നേട്ടമുണ്ടാക്കി. പക്ഷേ JP മോർഗൻ ചേസും ഗോൾഡ്മാൻ സാച്ചസും ഏകദേശം 2%-ന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഇനി ഇന്നലെ S&P 500-ൽ 11-ൽ 10 സെക്ടറുകളും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. കൺസ്യൂമർ സ്റ്റാപ്പിൾസ് ആണ് കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. 1.72%-ന്റെ നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. US-ൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കിയാൽ ഇന്നലെ ഇൻഫോസിസ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. 1.85%-ന്റെ ഇടിവിൽ. വിപ്രോ 1.49%-ന്റെ നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 0.61%-ന്റെ നേട്ടത്തിൽ ക്ലോസ് ചെയ്തപ്പോൾ HDFC ബാങ്ക് ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ക്ലോസ് ചെയ്തു. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് 2.75%-ന്റെ ഇടിവിലുമാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. യൂറോപ്യൻ വിപണിയിലേക്ക് 2 ആഴ്ചത്തെ താഴ്ന്ന നിലയിലായിട്ടാണ് യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. UK മാർക്കറ്റ് FTSE മാത്രമാണ് പോസിറ്റീവ് ക്ലോസ് ചെയ്യുന്നത്. മറ്റ് മാർക്കറ്റുകളെല്ലാം ഇടിഞ്ഞു. ഇനി ഗോൾഡ് പ്രൈസിലേക്ക് വന്നാൽ സ്പോട്ട് ഗോൾഡ് 0.4%-ന്റെ നേട്ടത്തിൽ പുതിയ റെക്കോർഡ് ഹൈ ടച്ച് ചെയ്തു. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ഇന്നലെ പവന് 94,120 എന്ന നിലയിലായിരുന്നു. ക്രിപ്റ്റോ കറൻസിയിൽ ബിറ്റ്കോയിനിൽ ഇപ്പോഴും ഇടിവ് തുടരുകയാണ്. 3% അടുത്ത് ഇടിഞ്ഞാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. $112,000 ഇപ്പോൾ ഉള്ളത്. ഓയിൽ പ്രൈസുകളിലേക്ക് 2026 ആകുമ്പോഴേക്കും എണ്ണ വിതരണം വളരെയധികം വർദ്ധിക്കുമെന്ന് അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസി മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്ന് ചൊവ്വാഴ്ച എണ്ണ വില ഏകദേശം 1%-ലധികം ഇടിയുകയുണ്ടായി. ബ്രണ്ട് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $62.31 പെർ ബാരൽ എന്ന നിലയിൽ 0.08%-ന്റെ നേട്ടത്തിലാണുള്ളത്. WTI ട്രേഡ് ചെയ്യുന്നത് $68.63 പെർ ബാരൽ എന്ന നിലയിൽ 0.10%-ന്റെ ഇടിവിലാണുള്ളത്. ഇനി ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.90%-ന്റെ നേട്ടത്തിലാണ്. സിംഗപ്പൂർ മാർക്കറ്റ് 0.26%-ന്റെ നേട്ടത്തിൽ. ഹോങ്കോങ് മാർക്കറ്റ്, മറ്റ് മാർക്കറ്റുകളിൽ കോസ്പി മാർക്കറ്റാണ് ഇപ്പോൾ കൂടുതൽ നേട്ടത്തിലുള്ളത്. 1.40% നേട്ടത്തിൽ. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 25,282 എന്ന നിലയിൽ 87 പോയിന്റ്സ് ഉയർന്നാണ്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റാണ് സമയം. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 70 മുതൽ 80 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ 55% ഡിസ്കൗണ്ടോടുകൂടി ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ
നിങ്ങൾക്ക് വെറും 1299 രൂപയ്ക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാവുന്നതാണ്. തൊട്ട് മുകളിലെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ആർക്കെങ്കിലും നമ്മുടെ ബിഗിനേഴ്സിനായിട്ടുള്ള ട്രേഡിംഗ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും ഇതേ വാട്സപ്പ് നമ്പറിൽ തന്നെ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, ട്രേഡിംഗ് വ്യൂവിനെ കുറിച്ച്, കൂടാതെ ഓപ്ഷൻ ട്രേഡിങ്ങിനെ കുറിച്ച് എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് ഈ കോഴ്സ് കടന്നു പോകുന്നത്. നിങ്ങളുടെ സീറ്റ് ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ്. തൊട്ട് മുകളിലെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയയ്ക്കുക. ആദ്യം ഇന്ന് പുറത്തു വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് കമ്പനികളുടെ റിസൾട്ടുകളിലേക്ക്. ആക്സിസ് ബാങ്ക്, HDFC ലൈഫ് ഇൻഷുറൻസ് കമ്പനി, HDFC അസറ്റ് മാനേജ്മെന്റ് കമ്പനി, HDB ഫിനാൻഷ്യൽ സർവീസസ്, L&T ഫിനാൻസ്, ഏഞ്ചൽ വൺ, ഡെൽറ്റ കോർപ്പ്, ഹെറിറ്റേജ് ഫുഡ്സ്, ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ, KEI ഇൻഡസ്ട്രീസ്, മാംഗ്ലൂർ റിഫൈനറി ആൻഡ് പെട്രോ കെമിക്കൽസ്, മുത്തൂറ്റ് ക്യാപിറ്റൽ സർവീസസ്, നെറ്റ്വർക്ക് 18, ഒബ്രോയ് റിയാലിറ്റി, ക്വിക്ക് ഹീൽ ടെക്നോളജീസ്, റൊസാരി ബയോടെക്, ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് തുടങ്ങിയവയാണ്. ഇനി പുറത്തു വന്ന റിസൾട്ടുകളിലേക്ക്. ആദ്യം ടെക് മഹീന്ദ്രയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 4.4% ഇടിവാണ് രേഖപ്പെടുത്തിയത്. 1194.5 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. നെറ്റ് പ്രോഫിറ്റ് ബ്ലൂംബർഗ് എസ്റ്റിമേറ്റുകളെ ബീറ്റ് ചെയ്യുന്നതായിരുന്നില്ല. കൂടാതെ റവന്യൂവിൽ 5.1% വർധനമാണ് രേഖപ്പെടുത്തിയത്. 13,994.9 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. എബിറ്റയിൽ 32.7% വർധനവും രേഖപ്പെടുത്തി. കമ്പനി ഇൻട്രം ഡിവിഡൻഡായി 15 രൂപയാണ് പ്രഖ്യാപിച്ചത്. അടുത്തത് പേഴ്സിസ്റ്റന്റ് സിസ്റ്റംസ് എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 45.1% വർധനവും കമ്പനി രേഖപ്പെടുത്തി. 471.5 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 23.6% വർധനവ് രേഖപ്പെടുത്തി. 3580.7 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. എബിറ്റയിൽ 43.5% വർധനവ് രേഖപ്പെടുത്തി. നല്ലൊരു റിസൾട്ട് തന്നെയായിരുന്നു അത്. ICICI ലംബാർഡ് ജനറൽ ഇൻഷുറൻസ് കമ്പനിയാണ് മറ്റൊരു കമ്പനിയായി വരുന്നത്. Q2 റിസൾട്ടിലേക്ക്. നെറ്റ് പ്രോഫിറ്റിൽ 18.1% വർധനവ് കമ്പനി രേഖപ്പെടുത്തി. 820 കോടി രൂപയിലാണ് ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റ് വന്നിരിക്കുന്നത്. ഗ്രോസ് ഡയറക്റ്റ് പ്രീമിയത്തിൽ 1.9% ഇടിവ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നു. ഗ്രോസ് പ്രീമിയം റിട്ടേണിൽ 1.6% വർധനവും ടോട്ടൽ ഇൻകത്തിൽ 12.5% വർധനവും കമ്പനി രേഖപ്പെടുത്തി. ബോർഡ് ഇൻറ്ററിം ഡിവിഡൻഡായി 6 രൂപ 50 പൈസയാണ് പ്രഖ്യാപിച്ചത്. അടുത്തത് CNT-DLM എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 108% വർധനവ് രേഖപ്പെടുത്തി. 32.1 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 20.2% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ അതർ ഇൻകത്തിൽ 219% വർധനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അടുത്തത് തൈറോ കെയർ ടെക്നോളജീസ് എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 81% വർധനമാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 47.8 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 22.1% വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. 216.5 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. ബോർഡ് ഇൻട്രിം ഡിവിഡൻഡായി 7 രൂപ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കൂടാതെ ബോണസ് ഷെയർസായി പ്രഖ്യാപിച്ച് 2:1 എന്ന അനുപാതത്തിലാണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി നമ്മുടെ ഈ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ RBL ബാങ്ക്, സമ്മൻ ക്യാപിറ്റൽ തുടങ്ങിയവയാണ്. അടുത്തതായി FID ആക്ടിവിറ്റിയിലേക്കാണ്. ഇന്നലെ വലിയ സെല്ലിംഗ് തന്നെയായിരുന്നു FISന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത്. 1509 കോടി രൂപയ്ക്കാണ് FIS സെല്ല് ചെയ്ത്. DIS ആവട്ടെ 3661 കോടി രൂപയ്ക്കുള്ള വലിയ ബൈയിങ് നടത്തിയിരിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട നിഫ്റ്റിയിലേക്കും ബാങ്ക് നിഫ്റ്റിയിലേക്കുമാണ്. നിഫ്റ്റി ഇന്നലെ 25,145-ൽ 82 പോയിന്റ്സ് ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞ പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണിന് അരികെയായിട്ട് തന്നെയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ഇന്നലത്തെ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ലോവർ ലെവലിൽ നല്ല ബൈയിങ് കാണിച്ച ഒരു ക്യാൻഡിൽ തന്നെയായിരുന്നു. സെപ്റ്റംബർ 8-ാം തീയതിയിലെ ക്യാൻഡിലിൻ്റെ ലോ ആയിട്ടുള്ള 25,010 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രത്യേകം കോഷ്യസ് ആയിരിക്കണം എന്ന് നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നതാണ്. ബോളിഞ്ചർ ബാൻഡിന്റെ മിഡിൽ ലെവലായിട്ടുള്ള 25,060 ഇന്നലെ ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് തിരിച്ച് നിഫ്റ്റി കയറിയത്. ക്രൂഷ്യൽ സപ്പോർട്ട് സോൺ ആവാൻ സാധ്യതയുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ 25,000 മുതൽ 24,950 വരെയുള്ള സോൺ തന്നെയാണ്. 50-day EMI ഉള്ളതും ഈ ഒരു സോണിൽ തന്നെയാണ്. അപ്സൈഡിൽ 25,300 മുതൽ 25,350 വരെയുള്ള സോൺ പ്രധാനപ്പെട്ടതാവാൻ സാധ്യതയുണ്ട്. ഇന്നലെ തുടക്കത്തിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിൽ ആരംഭിച്ചെങ്കിലും പിന്നീട് കനത്ത സെല്ലിംഗ് പ്രഷറിൽ ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം ഇടിഞ്ഞപ്പോഴാണ് ഇന്ത്യൻ വിപണിയും ഇടിഞ്ഞത്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയിലേക്ക്. 25,100-ൽ 9% വർധനമാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡിൽ 169% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 25,050 സ്ട്രൈക്കിൽ 27% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് തന്നെ. കോൾ സൈഡിൽ 75% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കാണുന്നത്. 25,180 സ്ട്രൈക്കിൽ 47% വർധനമാണ് പുട്ട് സൈഡിൽ കാണുന്നത്, ലോങ് ബിൽഡപ്പ്. കോൾ സൈഡ് നല്ല ശക്തമാണ്. 1,059% വർധനമാണ് കാണുന്നത്, ഒരു ഷോർട്ട് ബിൽഡപ്പാണ്.
ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് തന്നെയാണ് നല്ല ശക്തിയോടെ നിൽക്കുന്നത് എന്നാണ് കാണുന്നത്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,150 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 25,100 ബാങ്ക് നിഫ്റ്റിയിലേക്ക് 56,496 129 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു റിക്കവറി തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ലഭിച്ചത്. ലോവർ ലെവലിൽ നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് ആണ് ഇന്നലെ കാണാൻ കഴിഞ്ഞത്. കൂടാതെ ഒരു ഡോജി ക്യാൻഡിൽ കൂടിയാണ് ഇന്നലെ ഫോം ആയിട്ടുള്ളത്. നിഫ്റ്റിയെ സംബന്ധിച്ച് 56,800 മുതൽ 56,900 വരെയുള്ളത് ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഹേർഡിൽ തന്നെയാണ്. അത് ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുകയാണെങ്കിൽ ഒരുപക്ഷെ 57,500 ഒക്കെ എത്താനുള്ള സാധ്യതകളുണ്ട്. ഇനി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 57,000 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 56,000 ഇനി നമ്മളിവിടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയൊക്കെ അനലൈസ് ചെയ്തിരിക്കുന്നത് OI പൾസ് എന്ന സൈറ്റിലൂടെയാണ്. വളരെ യൂസർ ഫ്രണ്ട്ലി ആയ ഒരു സൈറ്റ് തന്നെയാണ്, റെക്കമെൻഡേഷൻ ഒന്നുമല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിലും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.